ഞാൻ പറയുന്നത് ഈ സംഘർഷത്തിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? ഇതിന്റെ ഇരകൾ ആരാണ്? ഞങ്ങളുടെ ചോദ്യം അതാണ്. നിസാരമായ കാര്യത്തിന്റെ പേരിൽ എല്ലാ സർവകലാശാലകളിലും സംഘർഷമാണ്. കേരളത്തിലെ 13 യൂണിവേഴ്സിറ്റികളിൽ 12 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. കഴിഞ്ഞ ദിവസം SFI കാട്ടിയ ആഭാസം എന്താണ്? ഗവർണർക്കെതിരായ സമരം ചെയ്യാൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ വന്ന കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുളമായിരിക്കുകയാണ്. ഇന്നലെ കിം പരീക്ഷാഫലം വന്നപ്പോൾ അത് റദ്ദ് ചെയ്തു ഹൈക്കോടതി. ആരെങ്കിലും പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തുമോ? സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുമോ? എൻട്രൻസ് കമ്മീഷണറേറ്റിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഒരു ചിന്തയുമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് ബ്രെയിൻ ഡ്രെയിൻ നേരിടുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ വിദേശ സർവകലാശാലയിലേക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സർവകലാശാലകളിലെ സംഘർഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയും അതാണ് ചെയ്യുന്നത്. ആരും മുൻകൈ എടുക്കുന്നില്ല അത് തീർക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? നിസ്സാരമായ പ്രശ്നമാണ്. ഒരു സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടന്ന വിഷയമാണ്. പ്രശ്നമുണ്ടായി അത് പരിഹരിക്കണ്ടേ? അത് വീണ്ടും ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖ്യമന്ത്രി ചാൻസലറായ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ കോടികളുടെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വൈസ് ചാൻസലർ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരുമിച്ച് നടത്തുന്ന ഗ്രഫീൻ അറോറ എന്നുള്ള പദ്ധതി, ആ പദ്ധതിയുടെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരു പുതിയ കമ്പനി ഉണ്ടാക്കുകയാണ്, ഫ്ലോട്ട് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി ഇതിന്റെ കരാറെടുക്കുന്നതിന് വേണ്ടി ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞ് ഉണ്ടാക്കിയ കമ്പനിക്ക് കരാർ കൊടുക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്യുകയാണ്. വൈസ് ചാൻസലറുടെ റിപ്പോർട്ടാണ്. അധ്യാപകർ സ്വന്തമായി കമ്പനി ഉണ്ടാക്കി പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്നതാണ്. കോടികളുടെ അഴിമതിയാണ്. ആ സ്ഥലം മുഴുവനും ദുരുപയോഗം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയാണ് കുറെ ആളുകൾ അടക്കം. അവർക്കെല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ കമ്പനി ഇപ്പോൾ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നൊവേഷൻ കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിക്കാണ്, ഇന്ത്യ ഗ്രഫിൻസ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചതിന്റെ ഉത്തരവ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഉണ്ടാക്കിയ കമ്പനിയാണ്. ആ കമ്പനിയിൽ ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. വെറുതെ ഒന്നും കൊടുത്തതല്ല, ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ കമ്പനിയിലുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. ഞാനിപ്പോൾ പറയാനില്ല, നോക്ക്. ഇതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി. സർവേ ഞാൻ കണ്ടില്ല. കുറേ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇഷ്ടംപോലെ സർവേ തന്നെ. എല്ലാ സർവേയെ കുറിച്ച് ഞങ്ങൾ എന്തിനാ അഭിപ്രായം പറയണം? അല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ ലേഖനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാൻ ആ ലേഖനം വായിച്ചു, എനിക്ക് അഭിപ്രായമുണ്ട്. ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ പറയുന്നില്ല. ഞാൻ പറയില്ല ആ ഒരു കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഞാൻ പറയില്ല. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയും. ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തോട് തീരുമാനമെടുത്ത് പറയേണ്ടത്. അതൊന്നും എനിക്കറിയില്ല. സർവേ ഇഷ്ടംപോലെ സർവേകൾ വരുന്നുണ്ട്, ഒരുപാട് സർവേകൾ ഇഷ്ടംപോലെ വരുന്നത്. അല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് നിങ്ങൾ എടുക്കാൻ പോണ തലക്കുറി നിങ്ങളുടെ പേരില്ല, എന്റെ പേരിൽ ഒരു തലക്കുറിയും കിട്ടിയില്ല. ഇതിന്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് അഭിപ്രായം നിങ്ങളോട് പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ പറയില്ല അഭിപ്രായം. ഞാൻ പറയില്ല. അല്ലല്ല, ഞാനൊന്നും ഈ UDFന്റെ അജണ്ടയിൽ, ഇന്നത്തെ അജണ്ടയിൽ അത്തരം ഒരു കാര്യങ്ങളും ഇല്ല. ദീർഘകാലത്തെ അജണ്ടയിൽ ഞങ്ങളുടെ സംഘടനാപരമായ UDFന്റെ അടിത്തറ, ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നത് ദീർഘകാല അജണ്ടയിലുണ്ട്. ഇന്നത്തെ അജണ്ടയിലില്ല. നിങ്ങൾ വെറുതെ വാർത്ത ഉണ്ടാക്കുകയും വേണ്ട. ഇന്നലെ മിനിയാന്നൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക. ഇന്നത്തെ അജണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടി ബാക്കിയുള്ള നേതാക്കന്മാരോട് എല്ലാവരോടും, ഞാനും UDF കൺവീനറും കൂടി ഒരുമിച്ച് ബാക്കിയുള്ള നേതാക്കന്മാരോട് ആലോചിച്ച് തീരുമാനിച്ചാണ്. ഞങ്ങൾ തീരുമാനിക്കാത്ത അജണ്ട നിങ്ങൾ കൊടുക്കരുത് ദയവ് ചെയ്ത്. അതിനൊരു റിക്വസ്റ്റാണ്.